ഡൽഹിയുടെ മനസ്സ് നാളെ അറിയാം. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെ നടക്കും. 70 മണ്ഡലങ്ങളിലായി 699 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. എക്സിറ്റ് പോൾ പ്രവചനങ്ങളിൽ പ്രതീക്ഷ അർപ്പിക്കുകയാണ് BJP. എക്സിറ്റ് പോളുകൾ തള്ളിയ അരവിന്ദ് കെജ്രിവാൾ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥികൾക്ക് BJP 15 കോടി രൂപ വാഗ്ദാനം ചെയ്തുവെന്ന് ആരോപിച്ച് രംഗത്ത് വന്നു. ER രാഗേഷ് വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്ന്. രാകേഷ്, ഇനി ഈ പ്രവചനങ്ങൾക്കോ അല്ലെങ്കിൽ പ്രതീക്ഷകൾക്കൊന്നും വലിയ പ്രസക്തിയില്ല, കാരണം വോട്ടെല്ലാം ഓൾറെഡി പോൾ ചെയ്ത് കഴിഞ്ഞു. പക്ഷെ അപ്പോഴും ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നത് ഒരുപക്ഷെ അത്ര പ്രതീക്ഷിച്ചിരുന്ന തരത്തിലല്ല. ആം ആദ്മി പാർട്ടി ഇപ്പോൾ രാകേഷൊക്കെ നേരിട്ട് ഡൽഹി പോയപ്പോൾ കണ്ടതാണ്. അവിടെ ആളുകൾക്ക് ആ സാധാരണക്കാരിലേക്ക് എത്തുന്ന പ്രഖ്യാപനങ്ങൾക്ക്, പദ്ധതികൾക്ക് തന്നെയാണ് എപ്പോഴും കൂടുതൽ അംഗീകാരം കിട്ടാറുള്ളത്. പക്ഷേ BJPക്ക് ഈ എക്സിറ്റ് പോളുകളിൽ പറയുന്നത് പോലൊരു സ്വാധീനം കിട്ടുമോ എന്നതാണ് ഇനി ആകാംക്ഷ. എന്താണ് ഈ അവസാന മണിക്കൂറുകളിലെ ചർച്ചകൾ, എങ്ങനെയൊക്കെയാണ്? അതെ ശ്രീജ, നാളെ ഈ നേരത്ത് ഡൽഹിയിൽ വോട്ടെണ്ണൽ ആരംഭിക്കും. ഏതായാലും വലിയ പ്രതീക്ഷ ഇപ്പോൾ BJP പങ്കുവെക്കുന്നുണ്ട്. കാരണം എക്സിറ്റ് പോളുകളെല്ലാം തന്നെ അവർക്ക് വലിയ വിജയം നേടും എന്ന് പറയുന്നു. പ്രത്യേകിച്ച് 27 വർഷത്തിന് ശേഷമാണ് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ BJP അധികാരത്തിൽ വരാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം എക്സിറ്റ് വോട്ടെണ്ണൽ 5-ാം തീയതി വോട്ടെടുപ്പ് കഴിഞ്ഞതിന് ശേഷം വന്ന എക്സിറ്റ് പോളുകളിൽ ഭൂരിഭാഗം എക്സിറ്റ് പോളുകളും BJP വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് പ്രവചിച്ചു. ഇന്നലെ 2 സർവേകൾ കൂടി പുറത്തു വന്നു. അത് ആക്സിസ് മൈ ഇന്ത്യയുടെയും ഒപ്പം തന്നെ ടുഡേയ്സ് ചാണക്യയുടെയും ആയിരുന്നു. ആക്സിസ് മൈ ഇന്ത്യ ഏതാണ്ട് 45 മുതൽ 55 വരെ സീറ്റ് BJP നേടാം. ആം ആദ്മി പാർട്ടിയുടെ പ്രകടനം 15 മുതൽ 25 വരെ സീറ്റുകളിൽ ഒതുങ്ങും എന്നാണ് പറയുന്നത്. ഒപ്പം ടുഡേയ്സ് ചാണക്യ വലിയ വിജയം BJPക്ക് പ്രവചിക്കുന്നുണ്ട്. 51 സീറ്റ്, അതാണ് 57 വരെ പോകാം എന്ന് ടുഡേയ്സ് ചാണക്യയും പറയുന്നു. അപ്പോൾ ഈ പ്രവചനങ്ങളിലൊക്കെ വലിയ പ്രതീക്ഷ വെക്കുന്നുണ്ട് BJP. പക്ഷേ ആം ആദ്മി പാർട്ടി ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് വ്യാജ എക്സിറ്റ് പോളുകൾ എന്നാണ്. അതിന് ഗുരുതരമായ ആരോപണം ഈ വോട്ടെടുപ്പ് കഴിഞ്ഞതിന് ശേഷവും ഡൽഹി രാഷ്ട്രീയത്തിൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. കേജ്രിവാൾ തന്നെ ഇന്നലെ വ്യക്തമാക്കിയ കാര്യം, 16 സ്ഥാനാർത്ഥികൾക്ക്, ആം ആദ്മി പാർട്ടിയുടെ 16 സ്ഥാനാർത്ഥികൾക്ക് പണം വാഗ്ദാനം ചെയ്തുകൊണ്ട് BJPയുടെ കോൾ വന്നു എന്ന ഗുരുതരമായ ആരോപണം അരവിന്ദ് കെജ്രിവാൾ ഉന്നയിച്ചിട്ടുണ്ട്. ഓരോരുത്തർക്കും മന്ത്രിസ്ഥാനം, ഒപ്പം തന്നെ 15 കോടി രൂപയാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. മാത്രവുമല്ല, ഇപ്പോൾ വാഗ്ദാനം ചെയ്യുന്നത് ഈ സ്ഥാനാർത്ഥികൾക്കിടയിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കാനാണ്. ഇത്തരത്തിൽ BJP അധികാരത്തിൽ വരും എന്ന സർവേകൾ പുറത്തുവിട്ടിരിക്കുന്ന ആരോപണം കൂടി അരവിന്ദ് കെജ്രിവാൾ ഉന്നയിക്കുന്നു. 55 സീറ്റ് BJPക്ക് നേടാൻ കഴിയുമെങ്കിൽ പിന്നെ എന്തിനാണ് ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥികളെ വിലയ്ക്ക് വാങ്ങാൻ ശ്രമിക്കുന്നത് എന്ന ആരോപണം കൂടി കേജ്രിവാൾ ഉന്നയിക്കുന്നു. അങ്ങനെ ഈ വോട്ടെണ്ണലിന്റെ തലേ ദിവസം പോലും രാഷ്ട്രീയം കലങ്ങിമറിയുകയാണ് ഡൽഹിയിൽ. ഏതായാലും ഈ ആരോപണങ്ങളൊക്കെ തന്നെ BJP തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് ശ്രീജ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ജീവൻ മരണ പോരാട്ടമാണെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് അവർ 10 വർഷം തുടർച്ചയായി ഭരിക്കുന്നു. അതിനുശേഷം ഇപ്പോൾ ഭരണം നഷ്ടപ്പെടുകയാണെങ്കിൽ അത് പാർട്ടിയെ തന്നെ വലിയ രീതിയിൽ ചോദ്യങ്ങളൊരു പ്രതിസന്ധി ഉണ്ടാക്കും. BJPയെ സംബന്ധിച്ച് അത് വലിയ രാഷ്ട്രീയ നേട്ടമായി മാറുമെന്ന കാര്യത്തിലും സംശയമില്ല. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് നോക്കുകയാണെങ്കിൽ BJPയുടെ ഒരു മുന്നേറ്റം പ്രകടമാണ്. കാരണം മഹാരാഷ്ട്ര ജയിക്കാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞ സംസ്ഥാനമായിരുന്നു. അവിടെ BJP വിജയിച്ചു. ഹരിയാനയിലും ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുമെന്ന് പ്രവചിച്ചിരുന്ന സംസ്ഥാനമാണ്. അവിടെയും അധികാരം നിലനിർത്താൻ സാധിച്ചു. അപ്പോൾ ഡൽഹി കൂടി പിടിച്ചെടുക്കാൻ കഴിയുകയാണെങ്കിൽ BJPയെ സംബന്ധിച്ച് വലിയ രാഷ്ട്രീയ നേട്ടം തന്നെയാണ്. ശ്രീജ, ശരി. ER രാഗേഷാണ് വിവരങ്ങൾ നൽകിയത്. ഇനി ഇത്തരം പ്രതീക്ഷകൾക്കും പ്രവചനങ്ങൾക്കുമൊക്കെ വളരെ കുറഞ്ഞ സമയത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. 24 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ഡൽഹി എന്താണ് വിധി എഴുതുക എന്ന് നമുക്കറിയാം. ഈ എക്സിറ്റ് പോളുകളൊക്കെ എത്ര കണ്ട് ഫലിക്കും. പക്ഷേ അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ടുഡേയ്സ് ചാണക്യയും ആക്സിസ് മൈ ഇന്ത്യയൊക്കെ വളരെ അടുത്ത് യഥാർത്ഥ ഫലത്തിനോട് വളരെ അടുത്ത് പ്രവചിക്കാറുള്ള ഏജൻസികളാണ്. അതുകൊണ്ട് തന്നെ ആകാംക്ഷ കൂടുകയാണ്.